ഉച്ചക്കൊരു ന്യൂസ് കണ്ടിരുന്നു. നെല്ലിക്കുന്ന് കടപ്പുറത്ത് തലയില്ലാത്തൊരു മൃതദേഹം. എന്താണ് സംഭവം എന്നറിയില്ല. ഹെഡിങ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ നെല്ലിക്കുന്ന് കടപ്പുറത്താണ് അങ്ങനെ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ ഇവിടെ നാട്ടുകാരാണ്, കടപ്പുറത്തെ ആൾക്കാരാണ് അത് കണ്ടത്. അവർ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് എടുത്തുകൊണ്ടൊക്കെയാണ്. വെറുതെ ഒന്ന് അവിടെ പോയി നോക്കാം. അതായത് കുറെ ദിവസമായി ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ഈ ഭാഗത്തായിട്ട് എവിടെയോ ആണ് സംഭവം. സിവിലിന് വലിയൊരു ഫ്ലെക്സ്. ഇവിടെ അർജന്റീന ഫ്ലെക്സിൽ ഫുള്ള് പെണ്ണുങ്ങൾ, ഫുള്ള് ലേഡീസ്. ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പോസ്റ്റർ കാണുന്നത്. നെല്ലിക്കുന്ന് കസബ ബീച്ച് റോഡിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. എപ്പോൾ വരുമ്പോഴും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവും. പിന്നെ ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നൊരു ചായ കുടിക്കും. ഈ റോഡിൽ പിന്നെ ചായയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നല്ല ചായയും കടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട്. അത് പൂട്ടിപ്പോയതാണ് എന്താണെന്നറിയില്ല. 1-2 പ്രാവശ്യമായി വരുമ്പോൾ അത് എപ്പോഴും ക്ലോസ് ആണ്. നല്ലൊരു ചായക്കടായിരുന്നു. ഈ ഭാഗത്തൊന്നും പിന്നെ അങ്ങനത്തെ ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പോകണം. അവിടെയാണ് പിന്നെയും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. 2 ചേച്ചിമാർ വിറക് കൊണ്ടുപോകുന്നുണ്ട്. വിറകുകൾ അടിപൊളി ഷോപ്പ്. നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസ് സൈഡിനേക്കാളും ഇപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടാകുന്നത് ഈ സൈഡാണ് കേട്ടോ. ഇനി ഇവിടെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയ ഉണ്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ട ഈ ഏരിയ കണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വിശാലമായ ഏരിയ ഉണ്ട്. ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അതുകൊണ്ട് ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വന്ന് ചളി. ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടികൾ, അതല്ലാത്ത പാർട്ടികളും പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളെ വെച്ചുള്ള ഷൂട്ടുകളും അങ്ങനെയൊക്കെ, അതിനൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മണലുള്ളൊരു ഏരിയ ഉണ്ട്, നല്ല പൊയ്യുള്ള. അവിടെ മറ്റേ ഓഫ് റോഡ് ടീംസ് 4x4ഉം അതല്ലാത്ത വണ്ടികളൊക്കെ കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരുത്തിന് വീണ്ടും അവിടെ കുടുങ്ങിയെന്ന് തോന്നുന്നു. അവിടെ വേറെ 4x4 താറ് വന്നിട്ടാട്ടോ അവനെ പൊക്കിയത്. പിന്നെ ഓരോരുത്തരെ എന്താ പറയുക, പ്രാക്ടീസ് ലെക്ക് പോലെയൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ. കാണുമ്പോൾ ചെറുതാണെങ്കിലും അവിടെ 2 വണ്ടിക്ക് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. ഇവരെന്തോ ഒരു ബർത്ത്ഡേ പാർട്ടി എന്തോ കഴിഞ്ഞ് പോകണമെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഫുള്ള് വണ്ടികളാണ്. ഞാൻ കാണിച്ചു തരാം. ആ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടാണ് കണ്ടില്ലേ. എന്താണോ ഇവിടെ നിന്ന് വികസനം കൊണ്ടുവരാം. ഇത്രക്ക് ആൾക്കാർ വരുന്നൊരു സ്ഥലം. ഇതൊക്കെ എങ്ങനെ എന്തൊക്കെ സെറ്റ് ആക്കാം, എങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ കാസർഗോഡായിട്ടാണ് തീരെ ആരും മെയിൻ ചെയ്യാത്തത്. ഏതാൾക്കാരും മെയിൻ ചെയ്യുന്നില്ല. ജനപ്രതിനിധികളൊക്കെ എന്തിനാണാവോ? സ്വന്തം കാര്യം നോക്കാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനാണോ? ഇത്ര നല്ല അടിപൊളി സ്ഥലത്ത് ആ ഭാഗത്തോട്ട് അങ്ങോട്ടും കുറേ വണ്ടികളോട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ എൻഡിലോട്ട്. പിന്നെ ഇവിടുത്തെ അവസ്ഥ കാണിച്ചു തരാം. ഇത്രക്ക് ആൾക്കാർ വരുമ്പോൾ എന്തൊക്കെ സൗകര്യം ചെയ്യും ഇവിടെ. അത് എന്തൊക്കെ നാടിനും ഈ ഗവൺമെൻറ്റിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാം. ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഗവൺമെൻറ്. എന്തിനാണാവോ കാസർഗോഡിനെ ഇങ്ങനെ താഴെയാണ്? എന്തിനാ? സൂര്യനടിച്ചിട്ട് വീട് കറക്റ്റ് കിട്ടുമെന്നറിയില്ല. ഇവിടെ കണ്ട 2 സൈഡ് നിറച്ച് വാഹനങ്ങളാണ്. ഇതിങ്ങനെ അങ്ങ് എന്ത് വരെ ഉണ്ടാവും. അവിടെയും അതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പോകുന്നില്ല. നല്ല ഇവിടെ നിന്ന് തിരിക്കണം. അതിൻ്റെ മുകളിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഡ്രോൺ ആരോ വർക്കിക്കാണ്. നോക്കുമ്പോൾ കാക്ക വർക്കായിരുന്നു. മുമ്പ് ഇങ്ങനെ അടുക്കാൻ മടിയായിട്ടില്ലേ, ഫാമിലീസ് ഒന്നും വരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ 75% വരുന്നത് ഫാമിലിയാണ്. ഇതിപ്പോൾ ഉണ്ടായതൊന്നല്ല, ഇത് പണ്ട് മുതലേ ഉണ്ട് ഇവിടെ. പക്ഷെ ഇത് വേറെ ലെവലാക്കിയെന്ന് മാത്രം. ഇവിടുന്ന് ആ കല്ലിന് മുകളിൽ കുറേ അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. 2 വീലേഴ്സൊക്കെ പിന്നെ അങ്ങോട്ട് ഓടും. ഞാനിപ്പോൾ പോയിട്ടില്ലെന്ന് മാത്രം. ഒറ്റയ്ക്ക് ആയതുകൊണ്ടൊരു മൂഡില്ല. കാറൊക്കെ ഇപ്പം ഞാൻ നിന്ന് ആ ഭാഗം വരെയാണ് ലാസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ട് വരികയുണ്ട്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓരോ പാറകളാണ്. എടുക്കട്ടെ, എടുക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവാം. ഈ ഭാഗത്തിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഈ ഏരിയ വരെ കാണിച്ചു തരാം. എവിടുന്ന് ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കയറിയാണ്. ആ കാണുന്നത് കണ്ടോ ഈ പാറ? ആ ഏരിയ അല്ല, അങ്ങ് ഇതിൻ്റെ ഇവിടെ വരെയാണ് പോയത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ എൻഡ് വരെ നടന്നു പോവാം. എൻഡ് വരെ ഉണ്ട്, കുറേ നടക്കാനുണ്ടോ. വണ്ടി 2 വീലറൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് വരെ ഓടും. ലാസ്റ്റ് വരെ 2 വീലർ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, ഞാനും കൊണ്ടുപോയിട്ടുണ്ട്. ഇതിങ്ങനെ. പിന്നെ ഇത് കുറേ അപ്പുറത്തുള്ളതാണ്. ഇതൊന്ന് ഇത് വേറെ കുറച്ച് ചെമ്പരിക്കൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലം, അവിടെ നിന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടോ, അത് കടലാണ്. കടലിൽ നിന്ന് ഇവിടെയാണ് ഏറ്റവും എന്താ പറയുന്നത്, ഈ മീനൊക്കെ വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ഹാർബർ ഇവിടെയാണ്. അപ്പോൾ ആ കടലിൽ നിന്ന് ഹാർബറിലേക്കുള്ള
എൻട്രൻസ് ആണ് ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ളത്. ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ സൈഡിൽ നോക്കി എത്ര വണ്ടികളെന്ന്. എല്ലാവരും കൂടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ആ ഏരിയയിലേക്ക്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ്. ഈ ഒരു അഴിമുഖത്തേക്കുള്ള റൂട്ട് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ മിനിമം ഒരു ബോർഡ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാസർഗോഡ് പ്രതിനിധികളാകുന്ന ആൾക്കാർക്കില്ലേ ഒരു നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു താല്പര്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കല്ലോ എന്നുള്ളൊരു മൈൻഡില്ലേ, ആ മൈൻഡിലാണ് ഇവിടെയൊക്കെ ചെയ്യൽ എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറയാം. അതല്ലെങ്കിൽ അല്ലാന്ന് കാസർഗോഡുകാർ പറയട്ടെ. അത് രാഷ്ട്രീയ പാർട്ടി ഉള്ള ആളാവട്ടെ ഇല്ലാത്ത ആളാവട്ടെ, സ്വന്തം നാടിന് വേണ്ടിയിട്ട് ശരിക്കും അധ്വാനിക്കുന്ന ആൾക്കാർ, ഒരു ജനപ്രതിനിധികൾ ഈ കാസർഗോഡ് ഏരിയയിൽ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറ. ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം. എത്ര ആൾക്കാർ പെർ ഡേ എത്ര ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവുമെന്ന് അതിൻ്റെ ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ നാളെ, ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നാളെ വെറുതെ ഒന്ന് വന്ന് നോക്കിയാൽ ഇപ്പോൾ ഈ ഏരിയ ആയാലും അപ്പുറത്തെ ലൈറ്റ് ഹൗസിൻ്റെ ഏരിയ ആയാലും ഒടുക്കത്തെ ആൾക്കാരായിരിക്കും. സ്ലിപ്പായില്ലെങ്കിൽ മതി. ഞാൻ ഇന്ന് എന്തിനോ വേണ്ടി ഇറങ്ങിയതാണ്, എവിടെയോ എത്തി. ഇന്ന് ജൂലൈ പകുതിയായി. കാസർഗോഡത്തെ വണ്ടി പ്രാന്തന്മാരോട്, വണ്ടിനെ സ്നേഹിക്കുന്ന ആളോട് ഞാൻ വണ്ടികളൊക്കെ കാണാത്ത കുറേ ആയി. ഇല്ലെങ്കിൽ ഡെയിലി എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി വണ്ടികൾ, മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ കിട്ടും. പക്ഷെ ഇപ്പം അങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടാത്ത കുറേ ആയിട്ട് വണ്ടി കിട്ടുന്നില്ല. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോയി കിടക്കുക? ടൗണിൽ കാണുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉള്ള ഏത് ഭാഗത്താണ് ഈ വണ്ടി പ്രാന്തന്മാർ നല്ല അടിപൊളി വണ്ടികളൊക്കെ എവിടെ പോയി? നിങ്ങൾ ടൗണിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളെ വണ്ടികളൊക്കെ എവിടെയെന്ന് പറ. കാണാനുള്ള കൊതിയുണ്ട്. കുറേ ദിവസമായി നല്ലൊരു വണ്ടി കണ്ടിട്ട്. കുറേ ദിവസങ്ങളായി. എൻ്റെ പേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കുറേ ദിവസമായി എനിക്ക് നല്ലൊരു വണ്ടിനെ കണ്ടിട്ട്. ടൗണിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് പറ. ഞാൻ അങ്ങോട്ട് കാണാൻ വരാം. ആഗ്രഹം കൊണ്ടാണ്, കൊതി കൊണ്ടാണ്, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം, ഈ ജൂലൈ ആയിട്ട് നല്ല ഒരു അടിപൊളി ഒറ്റൊരു വണ്ടി പോലും ഞാൻ കണ്ടിട്ടില്ല. നോർമലി പിന്നെ BMW 320, 520, പിന്നെ ബെൻസിൻ്റെ ഒക്കെ അങ്ങനത്തെ സാധാരണ റോഡിൻ്റെ നോർമൽ വണ്ടികൾ അങ്ങനെയൊക്കെ കാണാറുണ്ടെന്നല്ലാതെ നിങ്ങൾ എവിടെ ഉള്ളതെന്ന് പറ. മൈല ഫ്രണ്ട് ഒരു കാർ പോയി. അവിടെ നല്ല സ്പീഡോ പോയത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു പെണ്ണ് ഡ്രൈവിംഗ് പഠിച്ചു മെല്ലെ പേടിച്ച് ഇങ്ങനെ വരച്ചോട്ടായിരുന്നു. ഇവൻ എന്നെ ഓട്ടോക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് കയറി ആ പെണ്ണിന്റെ ഫ്രണ്ടിലേക്ക്. എന്തോ ഭാഗ്യത്തിന് ആ പെണ്ണിന്റെ ബാക്കിൽ ആരോ ഉണ്ട്, ഹസ്ബൻഡ് ആരോ ഉണ്ട്. അവർ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഹാൻഡിൽ പിടിച്ച്, ഡ്രൈവിങ്ങിലാണ്, ബാക്കിൽ നിന്നിട്ടുള്ളതാണ്, അങ്ങനെ തന്നെ പിടിച്ച്. അല്ലെങ്കിൽ എന്തായാലും ആ പെണ്ണ് അവിടെ മറിയായിരുന്നു. അപ്പോൾ മറ്റേ ആ പോയ കാറിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്. ഇവിടെ ഓവർടേക്ക് ചെയ്യാനുള്ള ഇതുണ്ട്, മാർക്കും ഉണ്ട്. ഓവർടേക്ക് ചെയ്യാനുള്ള മാർക്കും ഉണ്ട്. കാര്യം പറഞ്ഞെന്ന് മാത്രം. എന്നെ ആരും പൊങ്കാതെ കണ്ട. ഇങ്ങനെ സുഖിച്ച് വന്ന റോഡിന്റെ എൻഡിലേക്ക് എത്തും. ഇനി കോൺക്രീറ്റ് റോഡാണ്. ഇങ്ങനെ കുത്തിക്കൊലിങ്ങി പോവാം.